ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ നിന്നും വഴിപാട് കഴിപ്പിച്ച പായസവുമായിട്ട് മുത്തശ്ശിയും കരുണയും എത്തുന്നു. ഇനി ആ മരുന്ന് പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് മുത്തശ്ശിയും, ആ മരുന്നിന് നല്ല മധുരമാണെന്നാണ് വൈദ്യൻ പറഞ്ഞത്, അതുകൊണ്ട് അവളത് ആസ്വദിച്ച് കഴിച്ചോളുമെന്ന് കരുണയും പറയുന്നുണ്ട്. ഇനി മോളുടെ കയ്യിലാ എല്ലാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. ശേഷം കരുണ ഒരു ഗ്ലാസ് പായസം എടുത്ത് മോഹിനിക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശിക്കും പ്രതാപനും കൊണ്ടുവന്ന് കൊടുക്കുന്നു, ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം പായസത്തിൽ വിഷം ചേർക്കുന്ന കാര്യം ഞാൻ ഏറ്റു, മോഹിനിയുടെ കണ്ണ് വെട്ടിച്ച് ഞാനത് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കണ്ണൻ നമ്മളെ സംശയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ, മോളെ നീ ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ, അത് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ശേഷം കരുണ അടുക്കളയിൽ ചെന്ന് ബാക്കി പായസം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നു. അപ്പോൾ മോള് കുടിക്കുന്നില്ലേ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ, കമലേശ്വരത്തെ തമ്പുരാനും തമ്പുരാട്ടിയും വരില്ലേ, പിന്നെ എനിക്ക് പായസം കുറച്ച് തണുത്തിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന് കരുണ പറയുന്നുണ്ട് കേട്ടോ മോഹിനിയോട്. ഇതിനു മുൻപ് പായസം കഴിപ്പിച്ചപ്പോഴൊന്നും ഒരു ഗ്ലാസ് പായസം പോലും മോള് ലക്ഷ്മി മോൾക്ക് കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ, ഒരമ്പലത്തിൽ മുഴുവൻ പായസവും കഴിപ്പിക്കാനുള്ള ആസ്തി അവൾക്കുണ്ട്, എന്നേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലാണ് അവളെന്നെല്ലാം പറയുമ്പോൾ, കണ്ണനെയും മഹാലക്ഷ്മിയെയും തമ്മിൽ വേർപെടുത്താൻ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് വല്ല ഗുണവും ഉണ്ടായോ എന്ന് മാത്രമല്ല തിരിച്ചടികൾ ഉണ്ടായിട്ടില്ലേ എന്നെല്ലാം മോഹിനി കരുണയോട് ചോദിക്കുമ്പോൾ, ഇതുവരെ ഉണ്ടായില്ല, പക്ഷെ ഇന്നത്തോടെ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാകുമെന്ന് മനസ്സിൽ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അങ്ങനെ മോഹിനി അടുക്കളയിൽ നിന്ന് മാറിയ തക്കം നോക്കി മുത്തശ്ശിയും കരുണയും ചേർന്നിട്ട് ആ പായസം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അതിൽ വൈദ്യൻ കൊടുത്തുവിട്ട വിഷമരുന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ വിഷം ചേർക്കുന്നതിന് മുൻപായിട്ട് കരുണ ഒരു ഗ്ലാസ് പായസം അതിൽ നിന്നും എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മോഹിനി എങ്ങാനും വരുന്നുണ്ടോ എന്ന് നോക്കി കരുണ നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയാണ് പായസത്തിൽ വിഷം ചേർക്കുന്നത്. പിന്നീട് ഉണ്ണി കരുണയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായി കരുണ, അയാളും അവരും എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, ഉടനെ എത്തുമെന്നാണ് തോന്നുന്നത്, അതിന് മുൻപായിട്ട് ഞാനും മുത്തശ്ശിയും ചേർന്ന് അവളെയും അയാളെയും സ്വീകരിക്കാനുള്ളതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞു. ആ പായസത്തിൽ വിഷം ചേർത്ത് ഉണ്ണിയേട്ടാ, ഇനി അയാളും അവളും അത് മുഴുവൻ കുടിക്കുന്നതോടെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും. ഇത്തവണ അയാളെയും അവളെയും ഒരുമിച്ച് കമലേശ്വരത്തെ ഹാളിൽ വെള്ള പുതപ്പിച്ച് കിടക്കുന്നത് എനിക്ക് കാണണമെന്ന് കരുണ പറയുമ്പോൾ, ഉണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്കിലും സൂക്ഷിക്കണം കരുണേ, ഇതുവരെ അവരെ ഇല്ലാതാക്കാൻ നോക്കിയ മേക്കേട്ടനും എന്തിന് അമ്മാവനും വരെ വിജയിക്കാൻ പറ്റിയിട്ടില്ല, തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇത്തവണ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഞാനും മുത്തശ്ശിയാണ്, ഇതിൽ ഞങ്ങൾ വിജയിക്കും എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട് കരുണ. ശേഷം ഉണ്ണി കരുണ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുർഗയെ അറിയിക്കുന്നു. പാൽപ്പായസം ഇഷ്ടപ്പെടുന്ന ഏട്ടത്തി ഇന്നത് കുടിക്കുമെന്നാണ് കരുണ തറപ്പിച്ച് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ ഇന്ന് വിചാരിച്ചതെല്ലാം നടക്കുമേ, അവരോടൊപ്പം അയാൾക്കും ആ പായസം കൊടുക്കും, അതോടെ രണ്ടു പേർക്കും ഒരുമിച്ച് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും ദുർഗയും കൂടി സന്തോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും വീട്ടിലെത്തുന്നു. മോഹിനി ചെന്ന് അവരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയും കരുണയാണെങ്കിൽ അവർ വരുന്നതെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക ഭാവത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് പ്രതാപൻ മുത്തശ്ശിയോടും കരുണയോടായിട്ട് അടക്കം പറയുന്നുണ്ട്, അവരെ ശരിക്കും നോക്കിക്കോ, ഇനി ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ട്. തുടർന്ന് പ്രതാപൻ കണ്ണനോടും മഹിയോടായിട്ട് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിനൊന്നുമില്ല, ഇന്നത്തോടെ എല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, കണ്ണൻ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിലെന്തോ ഒരു ചതി എനിക്കും ഇയാൾക്കും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ, കാരണം മനുഷ്യരുടെ രൂപമെടുത്ത് നടക്കുന്ന രാക്ഷസന്മാരല്ലേ നിങ്ങളൊക്കെ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, അല്ല കണ്ണ, ഇനിയിപ്പോൾ കരുണ മോൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ, വെറുതെ എന്തിനാ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, എല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നെല്ലാം മുത്തശ്ശി അതിന് മറുപടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണനും. പിന്നീട് മേഘൻ വാമനോടായിട്ട് പറയുന്നുണ്ട്, ഇന്ന് പ്രതാപനങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുക വെച്ചാ, മഹാലക്ഷ്മി ഉന്നം വെച്ചാണ് ഇന്ന് കരുണയും മുത്തശ്ശിയും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, അവളോടൊപ്പം അവനും അങ്ങ് പോയാൽ പിന്നെ മനസമാധാനത്തോടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആയുസ് എടുക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ലടാ, കാരണം മഹാലക്ഷ്മി അവൾ ഒരു ദൈവിക ചൈതന്യമുള്ളവളാണ്, അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ദൈവിക വലയം കണ്ണൻ്റെ ചുറ്റുമുണ്ട് എന്നെല്ലാം
വാമൻ ഇങ്ങനെ അവരെക്കുറിച്ച് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മേഘന. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി പായസം കുടിക്കാനായിട്ട് എടുക്കുന്നു. അപ്പോൾ പായസമൊക്കെ മണത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ ഇതേ സമയം മോഹിനി വരുമ്പോൾ പായസത്തിന് എന്തൊരു മണമേ, അപ്പോൾ പായസത്തിൻ്റെ എന്തൊരു സ്വാദായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മോള് പറഞ്ഞത് ശരിയാ. ഞാൻ ഒരു ഗ്ലാസ് പായസം മുൻപ് തന്നെ കഴിച്ചിരുന്നു. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അത്രയ്ക്കും സ്വാദാണെന്നെല്ലാം പായസത്തെക്കുറിച്ച് മോഹിനി പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. തുടർന്ന് അങ്ങനെ കണ്ണന് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് പായസം മഹി എടുക്കുന്നുണ്ട്. ശേഷം അത് കണ്ണന് കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ പായസം ആസ്വദിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുണയും മുത്തശ്ശിയാണെങ്കിൽ ഇതെല്ലാം അവിടെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത്തവണ ഒരബദ്ധവും സംഭവിച്ചില്ല കരുണ മോളെ. അവരിത് ആ പായസം കുടിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടു. നമ്മൾ അവളെ മാത്രം മുകളിലേക്ക് പറഞ്ഞു വിടണമെന്നാണ് വിചാരിച്ചുള്ളൂ. അവളോടൊപ്പം കണ്ണച്ചാരം ആ പായസം കുടിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ലോട്ടറിയാണ്. കാരണം അവളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചു പോകാൻ ആരുമില്ല. അത് നമുക്ക് അനുഗ്രഹമാണ് മോളെ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അപ്പോൾ കരുണയ്ക്കും അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. ആ പായസം ഉള്ളിലേക്ക് ചെല്ലുന്നതോടെ നാളെ മുതൽ അത് പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി എന്തെന്നില്ലാതെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കണ്ണനെയും മഹാലക്ഷ്മിയെയും രക്ഷിക്കാൻ എന്ന വണ്ണം ആരോ ഒരാൾ, ഒരു സന്യാസി വര്യൻ വരുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. പിന്നീട് കരുണ ഉടനെ തന്നെ ഉണ്ണിയെ വിളിച്ച് വിവരം പറയുന്നു. അവളോടൊപ്പം അയാളും ആ പായസം ആസ്വദിച്ച് കുടിച്ചു ഉണ്ണിയേട്ടാ. ഇനി നമുക്ക് ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായും സമാധാനത്തോടെയും ജീവിക്കാം. നമ്മുടെ കുഞ്ഞിനെ രാജകീയമായി തന്നെ വളർത്താൻ നമുക്ക് കഴിയുമെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കും അത് കേട്ട് സന്തോഷമാവുന്നു. തുടർന്ന് ഉണ്ണി ദുർഗയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ മാത്രമല്ല അയാളും ആ പായസം കഴിച്ചു എന്നാണ് കരുണ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി മോനെ. ഇനി അവനെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ വേറെ വഴിയൊന്നും ആലോചിക്കണ്ടല്ലോ എന്നെല്ലാം കൊടും ക്രൂരത പറയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. ഇത്തവണ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെയെല്ലാം കാര്യങ്ങൾ നടന്നല്ലോ. എൻ്റെ മരുമകൾ തന്നെ അവസാനം എല്ലാത്തിനും വേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് ദുർഗ. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും ആ വിഷം ചേർത്ത പായസം കുടിച്ചു എന്ന് കരുതി പ്രതാപനും കരുണയും മുത്തശ്ശിയും ഉണ്ണി എല്ലാവരും അങ്ങനെ മതിമറന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷെ രാത്രിയാവുമ്പോൾ തന്നെ കരുണയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കുമൊക്കെ വല്ലാത്ത അസ്വസ്ഥതയും ഉരുണ്ട കയറ്റവും വൈദ്യൻ പറഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വിഷം ചേർത്ത പായസം കുടിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന മുത്തശ്ശിയും പ്രതാപനും കരുണയാണ് യഥാർത്ഥത്തിൽ വിഷം ചേർത്ത പായസം അവരുടെ ശരീരത്തിലാണ് ചെന്നിരിക്കുന്നത്. അങ്ങനെ രാത്രിയാവുമ്പോഴത്തേക്കും കരുണയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയും വയറുവേദനയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിലവിളിച്ച് കരയുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർത്തിയാകുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്